عليكم ورحمة الله وبركاته. حقا أمي والأسيس محبة ورحمة عليه، وأرجو أن يكون عمكم مثل ذلك سمينا هبولا مؤلما في أيام فيضان الأم كاكل فاجل قصيدة وسائية في بحر الكامل بكلام أشاعر محمد ياسين الإلامي. كمال الجمال من البهود الكامل متفاعل 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 أنشد في لهن حزين داعيا لله حقا قدره لا واكيا بكت السماء مع الأراضي نازلا مطر الدموع من العيون حازنا ولد صغير صالح لا يفهم ذنبا ولا كذبا وزال يعلم سماه والده شهيدا في السيار ناداه جل جلاله قبل الكبار كان يسافر إلى مدرسته يدعو عمه إلى مكانه يقول لا تهزن بني بمركبي وتيرة الهلوى أنا بالملعب أمي عزيزي حان وقت للمساء كما ترى في الجو لونا في السماء متى سنرجع إلى بيوتنا أبتي ووالدتي يريد رجوعنا يجيب ولدي يا تهف يا كبدتي أمك منزلة الأبي يا زهورتي نسور نهرا جاريا بالسرعة نلور من فوق الجسور ببهجتي من بعد لا هدير لبياني والله لا ألفار باللسان شاهدنا يطير في الجنات انت الإله وواهب الخيرات شاهدنا يطير في الجنات انت الإله وواهب الخيرات. شكرا. അറബിക് പദ്യത്തിന് ഒന്നാം സമ്മാനം നേടിയ സെൻഹ മറിയമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ മനോഹരമായിട്ട് അറബിക് പദ്യം ചൊല്ലി അല്ലേ? ഒന്നാം സമ്മാനം കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഏത് സ്കൂളിലാണ് മോള് പഠിക്കുന്നത്? അവർ ലേഡീസ്. ഏത് ക്ലാസ്സിലാണ്? 1C. ആരാണിത് അറബിക് പദ്യം പഠിപ്പിച്ചത്? ആരാണ്? മോറാമിസ് ആണ് പഠിപ്പിച്ചത്. ഓക്കെ. അപ്പോൾ ഇനിയും എന്താ മത്സരങ്ങളിലൊക്കെ ഇനി വലുതാകുമ്പോൾ പങ്കെടുക്കണം കേട്ടോ. UP-യിലേക്ക് വരുമ്പോഴും ഹൈസ്കൂളിലേക്ക് വരുമ്പോഴൊക്കെ പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും. ഓക്കെ.
സ്വാഗതത്തിന് ഉയരുന്നില്ല. വളരെ ഹ്രസ്വമായി പറയാം. ആദ്യമായി ഇന്നത്തെ ഈ സമാപന യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി മട്ടാഞ്ചേരി ഉപജില്ലാ ഓഫീസറായിട്ടുള്ള ശ്രീമതി എൻ സുധാ മാഡം കഴിഞ്ഞ 2-3 വർഷങ്ങളായി പോലീസ് സേനയിലെ സംഘാംഗങ്ങളുമുണ്ട്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ധാരാളം മീഡിയ പ്രതിനിധികളുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഈ ചടങ്ങുകൾ തീരുന്നതുവരെ അവരുടെ സേവനങ്ങൾ വഴി നമ്മളെ അടുത്ത ദിവസങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എത്തിക്കുന്ന ധാരാളം പരിചയമുള്ള മീഡിയ പ്രതിനിധികളുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി എൻ സുധ ടീച്ചർ, സ്വാഗതമാശംസിച്ച നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രധാനാധ്യാപകൻ ജഗദീപ് ഷനായി സാർ, വേദിയിലും ഉള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, 4 ദിവസമായി നീണ്ടുനിന്ന മട്ടാഞ്ചേരി വിദ്യാഭ്യാസ സബ് ജില്ലാ കലോത്സവം ഇന്നിവിടെ അവസാനിക്കുകയാണ്. 3-4 വേദികളിലായി നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഇവിടെ സമാപിക്കുന്നത്. പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. കലോത്സവത്തിന് ഓരോ വർഷവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാൻസുകളും നൃത്തങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ കുട്ടികളെ പ്രത്യേകിച്ച് അതൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാകും. അവരും ഈ പ്രോഗ്രാം കാണാൻ ഇവിടെ എത്തിച്ചേരും. വളരെ സൂക്ഷ്മമായി തന്നെയാണ് നമ്മുടെ ജഡ്ജസ് ഈ പ്രോഗ്രാമെല്ലാം കണ്ട് അവരുടെ കുറവുകളെല്ലാം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരാൾക്കല്ലേ സമ്മാനം കിട്ടുള്ളൂ, പ്രൈസ് കിട്ടുള്ളൂ. പക്ഷെ കളിച്ചവരെല്ലാവരും മികവുള്ളവരാണ്, ആരും കുഴപ്പക്കാരല്ല. ഒരാൾക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ നമ്മളെല്ലാവരെയും പ്രയാസം വരുന്ന ഒന്നാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കലോത്സവങ്ങൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടത്. കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ തിരുത്തി വീണ്ടും നമുക്ക് മുന്നേറാൻ കഴിയണം. അതായിരിക്കണം കലോത്സവം കൊണ്ട് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. അത്തരം രീതിയിലേക്ക് നമ്മുടെ കലോത്സവങ്ങൾ മാറണം. കലോത്സവങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ ഗുണങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും 4 ദിവസക്കാലം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് അധ്യാപകർ, ഒരുപാട് അധ്യാപകർ, ഒരുപാട് കുട്ടികൾ, മാതാപിതാക്കൾ, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഈ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഉറക്കമൊഴി കഷ്ടപ്പെട്ടവരാണ്. ഒരുപാട് പേരുടെ പ്രയത്നം ഇതിൻ്റെ പുറകിലുണ്ട്. അവരൊക്കെ ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ AEO ഉൾപ്പെടെ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. 4 വർഷക്കാലമായി നമ്മുടെ കൊച്ചിയിലെ AEO സുധ ടീച്ചർ അവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നമ്മുടെ സബ് ജില്ലാ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അതേപോലെയുള്ള ഇടപെടലുകളാണ് നമ്മുടെ AEO ഭാഗത്തുണ്ടാകുന്നത്. AEOനെ എപ്പോഴും നമുക്ക് ഒരു AEO നിലക്ക്, വിദ്യാഭ്യാസ ഉപജില്ലാ പ്രധാനാധ്യാപക നിലക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യാൻ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ AEOന് കഴിഞ്ഞിട്ടുണ്ട്. AEOൻ്റെ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി നമുക്ക് കഴിഞ്ഞ അവസാന നിമിഷത്തേക്കാണ് ഇവിടെ സംസാരത്തിനൊരു പ്രസക്തിയുമില്ല. സമ്മാനം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം നമ്മൾ ഉദ്ഘാടനം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു. എന്തായാലും നമ്മുടെ ഇവിടെ സമാപന സമ്മേളനം നടക്കുകയാണ്. ആ സമാപന സമ്മേളനത്തിൽ നമുക്കറിയാം ഇവിടെ നടന്ന 4 ദിവസം നടന്ന കുട്ടികളുടെ മത്സരങ്ങളിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ സമ്മാനം മേടിക്കുവാനാണ് കുട്ടികളുടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ നമ്മളൊരു ചെറിയൊരു പരിപാടി നടത്തുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിലൊന്ന് കയറുന്നത്. ആർക്കും വിരോധമില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മളെ ഈ മട്ടാഞ്ചേരി സബ് ജില്ല
അതിനെ നയിക്കുന്നത് ശരിക്കും നമ്മുടെ മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. കാരണം മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികവിന്റെ പാതയിലേക്ക് നമ്മുടെ സബ് ജില്ലയെ കൊണ്ട് എത്തിച്ച ഏകദേശം ഒരു 4 വർഷത്തോളം നമ്മുടെ സബ് ജില്ലയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും അക്കാദമിക രംഗത്താണെങ്കിലും മറ്റേത് രംഗത്താണെങ്കിലും കൃത്യമായ ഇടപെടലിലൂടെ നമ്മുടെ സബ് ജില്ലയെ ഒരു മികച്ച സബ് ജില്ലയാക്കി മാറ്റുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട AO മേഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു ചെറിയ ഉദാഹരണം എന്ന രീതിയിൽ നമ്മുടെ ഈ അടുത്ത് കായിക ഇനങ്ങളിൽ സമ്മാനം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയിലെ കായിക മത്സരം നടന്നപ്പോൾ നമുക്ക് ശരിക്കും അത്ലറ്റിക്സിൽ 0 പറയാൻ നടക്കട്ടാണെങ്കിലും നമുക്കത് സംഭവിച്ചു. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പോർട്സുകാർ ഒരു മീറ്റിംഗിനെ വിളിച്ചായിരുന്നു. കാരണം അടുത്ത വർഷം തീർച്ചയായും ആ ഒരു രീതി മാറ്റി അത്ലറ്റിക്സിൽ മട്ടാഞ്ചേരിയുടെ ഒരു പേര് ഉണ്ടാവണമെന്ന്. അതേപോലെ തന്നെ ഈ വർഷം ആ സാറന്മാരെല്ലാം നല്ല കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് വളരെ മികവാർന്ന രീതിയിൽ നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് മട്ടാഞ്ചേരി സബ് ജില്ല അത്ലറ്റിക്സ് മീറ്റിൽ വിജയം കൊയ്തു. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മട്ടാഞ്ചേരി AO ആണ്. അപ്പൊ ആ AO മേഡത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചി MLA ഒരു ആദരവ് നൽകണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അതിന് പറ്റിയൊരു വേദി ഇത് കലോത്സവ വേദി തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുധാ മേഡത്തെ നമ്മുടെ ആദരിക്കുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാവരും പ്രിയങ്കനായ കൊച്ചി MLA ശ്രീ KJ മാക്സി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവം 2025-26 കഴിഞ്ഞ 4 ദിവസങ്ങളായി നിരവധി വേദികളിൽ അനവധി വിദ്യാർത്ഥികളുടെ മികവുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇന്ന് ഈ പ്രതിഭാ സംഗമത്തിന് തിരശീല വീഴുകയാണ്. ഓരോ വേദിയിലും ചിരിയും ചലനവും സംഗീതവും നിറഞ്ഞു നിന്നു. കുട്ടികൾ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തിയ ഈ കലാമഹോത്സവം ഇന്ന് സമാപന ഘട്ടത്തിലെ ഏറ്റവും ആവേശകരമായ നിമിഷത്തിലേക്കാണ് കടക്കുന്നത്. ഈ നിമിഷം കാത്തിരിപ്പിന്റെ, അഭിമാനത്തിന്റെ, ആവേശത്തിന്റെ നിമിഷം. വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകളെ ഇപ്പോൾ നമുക്ക് അനുമോദിക്കാം. ആരാണ് ഈ വർഷം മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യന്മാർ? നിമിഷങ്ങൾക്കകം നമുക്ക് അതറിയാം. ജനറൽ വിഭാഗം റിസൾട്ട് ആണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. LP ജനറൽ വിഭാഗം ഓവറോൾ 2 വിദ്യാലയങ്ങളാണ് ഈ വർഷം കരസ്ഥമാക്കിയിരിക്കുന്നത്. 65 പോയിന്റോടെ സെയിന്റ് ഡൊമിനിക്സ് EMHS കല്ലൂർത്തി ആൻഡ് സെയിന്റ് മേരീസ് LPS ഫോർട്ട് കൊച്ചി. രണ്ട് ടീമും ഒരേ സമയം സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് വരിക. രണ്ട് വിദ്യാലയങ്ങൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് കൊണ്ട് അവൾ ലോട്ടിട്ട് തീരുമാനിക്കാം. 6 മാസമായിട്ട് 2 വിദ്യാലയങ്ങളും ട്രോഫി വയ്ക്കേണ്ടതാണ്. ആദ്യ തവണ സെയിന്റ് ഡൊമിനിക് ആയിരിക്കും ട്രോഫി കൊണ്ടുപോകുന്നത്. 2 വിദ്യാലയങ്ങളും താഴെ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് അധ്യാപകർ സൈൻ ചെയ്യുക. രണ്ട് വിദ്യാലയങ്ങളിലെയും പ്രധാന അധ്യാപകർ സൈൻ ചെയ്തിട്ട് ട്രോഫി കൊണ്ടുപോകുക.